ഉക്രൈനും അമേരിക്കയ്ക്കും സഖ്യരാജ്യങ്ങൾക്കും മാത്രമല്ല അമേരിക്കൻ ശതകോടീശ്വരനായ വ്യവസായി ഇലോൺ മസ്കിനും പേടിസ്വപ്നമാകാൻ ഒരുങ്ങുകയാണ് റഷ്യ. റഷ്യൻ സേന വികസിപ്പിച്ച കലിംഗ എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഇവർക്കെല്ലാം ഇപ്പോൾ തലവേദനയായി മാറുന്നത്. കലിംഗ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്ന ഈ സംവിധാനത്തിന് സ്റ്റാർലിങ്ക് കില്ലർ എന്ന മറ്റൊരു വിളിപ്പേരുമുണ്ട്. ഈ സാങ്കേതിക വിദ്യക്ക് സ്റ്റാർലിങ്ക് പോലുള്ള ഉപഗ്രഹ സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുന്ന ശത്രുക്കളുടെ ആളില്ലാ യുദ്ധവിമാനങ്ങളിൽ നിന്നും ബോട്ടുകളിൽ നിന്നുമുള്ള സിഗ്നലുകൾ എല്ലാം പിടിച്ചെടുക്കാനും അവയെ കണ്ടെത്താനുമുള്ള കഴിവുമുണ്ട്. അതിന്റെ ഒപ്പം സ്റ്റാർലിങ്ക് ടെർമിനലുകൾ കണ്ടെത്തി ആക്രമിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. 2022 ഫെബ്രുവരിയിൽ ഉക്രൈനിൽ റഷ്യ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇലോൺ മസ്ക് സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം ഉക്രൈനിലേക്ക് എത്തിക്കുന്നത്. ഉക്രൈനിലെ വിവര വിനിമയ സംവിധാനങ്ങൾക്ക് നേരെ റഷ്യയുടെ ആക്രമണം ശക്തമായതോടെയായിരുന്നു ഇതുണ്ടായത്. ഉക്രൈൻ അധികൃതരും സൈന്യവും ആശയവിനിമയത്തിനായി സ്റ്റാർലിങ്ക് സേവനം ഇപ്പോൾ വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ആക്രമണത്തിനായി ഉപയോഗിക്കുന്ന ഏരിയൽ ഡ്രോണുകളുടെയും ആളില്ലാ ബോട്ടുകളുടെയും പ്രവർത്തനത്തിനും ഈ ഉപഗ്രഹ ഇന്റർനെറ്റ് സംവിധാനം അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. റഷ്യയുടെ സെന്റർ ഫോർ അൺമാൻഡ് സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ് തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് കലിംഗ മോണിറ്ററിംഗ് സിസ്റ്റം. റഷ്യൻ സേന ഇതിനകം ഈ സംവിധാനം ഉക്രൈനിൽ ഉപയോഗിച്ച് തുടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 15 കിലോമീറ്റർ പരിധിയിലുള്ള ഏരിയൽ ഡ്രോണുകളെയും മാരിടൈം ഡ്രോണുകളെയും കണ്ടുപിടിക്കാൻ ഈ സംവിധാനത്തിന് സാധിക്കുമെന്ന് CBST ചെയർമാനായ ആന്ദ്രേ ബെസ്റുക്കോവ് അവകാശപ്പെടുന്നു. സ്റ്റാർലിങ്ക് ടെർമിനലുകൾ കണ്ടെത്താനും ആക്രമിക്കാനും കലിംഗ മോണിറ്ററിംഗ് സംവിധാനം റഷ്യൻ സൈന്യത്തെ സഹായിക്കുന്നുണ്ടെന്ന് ആന്ദ്രേ പറയുന്നു. സ്റ്റാർലിങ്കിന്റെ സൈനിക സേവനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പതിപ്പായ സ്റ്റാർ ഷീൽഡ് ടെർമിനൽ കണ്ടെത്താനും റഷ്യയുടെ ഈ കലിംഗയ്ക്ക് സാധിക്കും. എന്നാൽ ഇത് വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. റഷ്യൻ സേന ആവശ്യപ്പെടുന്നതിന് അനുസരിച്ച് ഇതിന്റെ ഉൽപ്പാദനം നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ടെക്നോളജിയിൽ റഷ്യ ഏറെ മുന്നിലാണെന്ന് തെളിയിച്ച മറ്റൊരു സംഭവമായിരുന്നു ഒറഷ്നിക് മിസൈൽ ആക്രമണം. ഉക്രൈന് നേരെ തൊടുത്തുവിട്ട റഷ്യയുടെ ഹൈപ്പർസോണിക് ഒറഷ്നിക് മിസൈൽ ട്രാക്ക് ചെയ്യുന്നതിനും വെടിവെക്കുന്നതിനുമെതിരെ പ്രതിരോധ ശേഷി ഉള്ളതാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവകാശപ്പെട്ടിരുന്നു. മിസൈലിന്റെ സീരിയൽ നിർമ്മാണം ആരംഭിക്കാനും അദ്ദേഹം ഉത്തരവിട്ടിരുന്നു. ഇത്തരത്തിലുള്ളൊരു മിസൈലിനെ തടയാനുള്ള മാർഗങ്ങൾ ഒന്നും ഇല്ലെന്ന് താൻ ഒരിക്കൽ കൂടി ഊന്നി പറയുന്നുവെന്നും സീരിയൽ നിർമ്മാണം സ്ഥാപിക്കേണ്ടത് ആവശ്യമാണെന്നും പുടിൻ പറയുന്നു. ഉക്രൈൻ നഗരമായ ഡിനിപ്രോയിൽ പതിച്ച ഈ ഹൈപ്പർസോണിക് മിസൈൽ മണിക്കൂറിൽ 13,000 കിലോമീറ്റർ വേഗതയിൽ എത്തിയെന്നാണ് ഉക്രൈൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. റഷ്യ ഉന്നം വെച്ച ഉക്രൈനിന്റെ സൈനിക കേന്ദ്രത്തിലെത്താൻ ഈ മിസൈൽ 15 മിനിറ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതുവരെയുള്ള യുദ്ധങ്ങളല്ല ഇനി വരാൻ പോകുന്നതെന്ന ശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് റഷ്യ ലോകത്തിന് നൽകുന്നത്.